എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന റീച്ച് എ ഡീൽ ഓൺ ഈസിങ് LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ ടെൻഷൻസ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഡീലിലേക്ക് നമ്മൾ എത്തി എന്നാണ് പറയുന്നത്. അത് GS3 ബോർഡർ സെക്യൂരിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രോച്ചിങ് എ മൈൽ സ്റ്റോൺ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു 75th ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴേക്കുള്ള അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. ഇത് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ദ കേസ് ഫോർ എ നേച്ചർ റീസ്റ്റോറേഷൻ ഇൻ ഇന്ത്യ. ഇത് നേച്ചർ റീസ്റ്റോറേഷൻ ലോ ആക്ച്വലി യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കി. അപ്പോൾ ഇന്ത്യക്കും ആ ഒരു നേച്ചർ റീസ്റ്റോറേഷൻ ലോ പോലത്തെ ഒരു ലോ എന്തുകൊണ്ടാണ് അത്യാവശ്യം എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ ഡേറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ പോയിൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട്, എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആയിട്ട്, എസ്പെഷ്യലി ഫോറസ്റ്റ് കവർ എന്നുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡേറ്റ പോയിൻറ്റ്സ് വെച്ച് നിങ്ങളുടെ ആൻസർ ബിഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ്. ഇതിൽ നമുക്ക് കൂടുതലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ, ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിലും നമുക്ക് ഇന്നത്തെ ന്യൂസിൽ കുറച്ച് കണ്ടൻറ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവാണ്. ഇന്ത്യ ചൈന റീച്ച് ഡീൽ ഓൺ ഈസിങ് LAC ടെൻഷൻ. ദ റീസെൻറ്റ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ടു ഈസ് ടെൻഷൻസ് അലോങ് ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റിസോൾവിങ് എ പ്രൊലോങ്ഡ് മിലിറ്ററി സ്റ്റാൻഡ് ഓഫ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു LAC കോൺഫ്ലിക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ LACയിൽ അൺറിസോൾവ് ആയിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ 1962 ഇന്ത്യ ചൈന വാർ നടന്നതിന് ശേഷമാണ് അത് എസ്കലേറ്റ് ആയത്. ഓക്കെ, ദ LAC റിമെയിൻസ് എൻ അൺഡിഫൈൻഡ് ബോർഡർ ലീഡിങ് ടു ഓവർലാപ്പിംഗ് ക്ലെയിംസ് ആൻഡ് മിലിറ്ററി കോൺഫ്രൺട്രേഷൻ. പിന്നെ 2020 എസ്കലേഷൻ നോക്കുകയാണെങ്കിൽ ടെൻഷൻസ് ഹൈറ്റൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ 2020 ലീഡിങ് ടു ക്ലാഷസ് നോട്ടബ്ലി ഇൻ ദ Galvan Valley. Both sides increased military presence and deployed troops at various friction points. ഓക്കെ, അപ്പോൾ അത്രയും രീതിയിൽ ഉള്ള എസ്കലേഷൻസ് വന്നു. അതിൽ നമ്മൾ ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഒരു മിലിറ്ററൈസ്ഡ് സോണാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് റീസെൻ്റ് ആയിട്ടുള്ള അഗ്രിമെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ആൻഡ് ചൈന റീച്ച്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ പാട്രോളിംഗ് അഗ്രിമെൻറ്റ്സ് എയിമിംഗ് ടു റിവേർട്ട് ടു ദ pre-2020 സ്റ്റാറ്റസ് കോ. ഓക്കെ, അത് കുറച്ച് വർഷങ്ങൾക്കായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ആക്ഷൻസിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫിൻ്റെ കീ ഏരിയാസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ ഈ ലൊക്കേഷൻസ് നമ്മൾക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഈ ടോപ്പിക്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഒന്ന് പാങ്കോങ് ലേക്ക് റീജിയൻ. ഇത് നോർത്ത് ബാങ്ക് ഓഫ് പാങ്കോങ് റീജിയൻ ലേക്കാണ്. അപ്പം അവിടെ പെട്രോൾ കോൺഫ്രണ്ടേഷൻസ് വന്നു. ഇത് ആ ഒരു LAC റീജിയനിലെ തന്നെയാണ്. ഓക്കെ, ദ ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 8 ഫിംഗേഴ്സ്, മൗണ്ടൻ സ്പേഴ്സ് ജട്ടിങ് ഇൻ ടു ദ ലേക്ക് വിത്ത് ഇന്ത്യ ക്ലെയിമിംഗ് ദ ടെറിട്ടറി അപ് ടു ഫിംഗർ 8 ആൻഡ് ചൈന ഡിസ്പ്യൂട്ടിങ് ഇറ്റ് അപ് ടു ഫിംഗർ 5. ഓക്കെ, പിന്നെ ദംചോക്ക് റീജിയൻ ഉണ്ട്. ദംചോക്ക് റീജിയൻ എന്ന് പറയുന്നത് സീൻ ചൈനീസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് and movement of heavy equipment. പിന്നെ it remains as critical friction point due to its strategic location. ഓക്കെ, ഗൽവാൻ റിവർ ബേസിൻ നമുക്കറിയാം, അതിൽ എൻക്യാൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഗൽവാൻ ആയിരുന്നു കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടിരുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ സിഗ്നലിംഗ് ഇൻട്രൂഷൻസ് ഇൻ ടു ഇന്ത്യൻ ക്ലെയിംഡ് ഏരിയാസ്. ദിസ് ക്ലാഷ് ഇൻ ഗൽവാൻ ലെഡ് ടു ദ കാഷ്വാലിറ്റീസ് ഇൻ ബോത്ത് സൈഡ്സ് എസ്കലേറ്റിംഗ് ദ കോൺഫ്ലിക്റ്റ്. പിന്നെ ഗോഗ്ര പോസ്റ്റാണ്. ഗോഗ്ര പോസ്റ്റ് ചൈന ഹാസ് പൊസിഷൻഡ് മിലിറ്ററി അസറ്റ്സ് നിയർ ദ ഗോഗ്ര പോസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഹൈറ്റൻഡ് ടെൻഷൻസ്. പിന്നെ ഡിസെൻഗേജ്മെൻറ്റ് എഫേർട്സ് ഇൻ ദിസ് സെക്ടർ ഹാവ് ബീൻ എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് നെഗോസിയേഷൻസ്. പിന്നെ 𝗏𝗏𝗿𝘆, ഓക്കെ, DBO located near the strategically important Karakoram Pass. DBO is a site of one of the world's highest airstrips. The area is vital for India's military logistics, particularly during winter, as it is connected by the 𝗗𝗏𝗄𝘀 DBO road. ഓക്കെ, ഇതൊക്കെ ആ ഒരു റീജിയനിൽ വരുന്ന അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ മനസ്സിലൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ റീസെൻറ്റ് അഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസ്റ്റോറിങ് നോർമൽസി. ഓക്കെ, ദ ന്യൂ അഗ്രിമെൻറ്റ് എയിംസ് ടു റീസ്റ്റോർ ദ സിറ്റുവേഷൻ ടു ദ സ്റ്റാറ്റസ് കോ ആസ് ഓഫ് 2020
Both sides have agreed to take steps to disengage troops, marking progress towards conflict de-escalation. Then impact on bilateral relations. The deal come ahead of a significant diplomatic event, the BRICS summit, signaling the possibility of further discussions at higher levels. Improved border management could pave the way for broader diplomatic cooperation. പിന്നെ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെബിലൈസിങ് ദ LAC will allow India to focus on infrastructure development in the border regions while maintaining a strong defense posture. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇങ്ങനൊരു ഡീഎസ്കലേഷൻ വന്നു, അപ്പോൾ പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, ബഫർ സോൺസ് ആൻഡ് പെട്രോളിംഗ് റൈറ്റ്സ്. ഓക്കെ, വൈൽ ദെയർ ആർ എഗ്രിമെൻറ്റ്സ് ഓൺ ബഫർ സോൺസ്, ദ സ്പെസിഫിക്സ് ഓഫ് പെട്രോളിംഗ് റൈറ്റ്സ് ആൻഡ് ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് റിമെയിൻ എ കണ്ടൻഷ്യസ് ഇഷ്യൂ. പിന്നെ ഡീഎസ്കലേഷൻ ആൻഡ് ഡീമൊബിലൈസേഷൻ. Full disengagement will require a reduction in military buildup by both sides, ensuring that forces are withdrawn from forward പൊസിഷൻസ്. പിന്നെ ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണ്, അതായത് പ്രീവിയസ് അഗ്രിമെൻറ്റ് ഇതുപോലെ വന്നു, പക്ഷേ എന്താണ് അവിടെ പിന്നെയും എസ്കലേഷൻസ് ഉണ്ടായി. അപ്പോൾ റോബസ്റ്റ് ആയിട്ടുള്ള വേരിഫിക്കേഷൻസ് വേണം, ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൺക്ലൂഷനിൽ ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് റെപ്രസെൻറ്റ്സ് എ കോംപ്ലക്സ് ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ച് ഇൻവോൾവിംഗ് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആൻഡ് ഡിപ്ലോമാറ്റിക് ഡയമെൻഷൻസ്. പിന്നെ വൈൽ ദ റീസെൻറ്റ് അഗ്രിമെൻറ്റ് ഈസ് എ പോസിറ്റീവ് സ്റ്റെപ്പ്, സസ്റ്റെയിൻ ഡിപ്ലോമാറ്റിക് എഫേർട്സ് ആൻഡ് ട്രസ്റ്റ് ബിൽഡിംഗ് മെഷേഴ്സ് ആർ എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ കോൺഫ്രണ്ടേഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ ലാസ്റ്റിംഗ് പീസ് അലോങ് ദ LAC. ഓക്കെ, അപ്പം നമ്മൾ LAC കുറിച്ചും അതിൻ്റെ എസ്കലേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഓക്കെ, November 26 മാർക്സ് ദ 75th anniversary of the adoption of Indian Constitution, an important milestone that invites reflection on the evolution of democratic governance in India. As the country prepares to commemorate this historic event, it's crucial to recognize the values that have shaped India's constitutional culture, the impact on democratic institutions, and the challenges ahead. Okay, അപ്പോൾ key themes of India's constitutional journey എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദ സ്മൂത്ത് ട്രാൻസ്ഫർ ഓഫ് പവർ ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് സിൻസ് 1951 to 1952. ഓക്കെ, ദിസ് റെസ്പെക്ട് ഫോർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യാസ് ഗവർണൻസ്. പിന്നെ ഓവർ ദ പാസ്റ്റ് 5 decades, India has seen elections at both state and national levels with a consistent voter turnout that reflects the people's faith in the democratic പ്രോസസ്സ്. പിന്നെ 2004 ജനറൽ ഇലക്ഷൻസിൽ വോട്ടർ ടേൺ ഔട്ട് ഏകദേശം 58.1% ആയിരുന്നു. വൈൽ 2019 അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് 67.7%. അതായത് ഇലക്ടോറൽ പ്രോസസ്സിൽ, ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ടോറൽ പ്രോസസ്സിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഹൗ ഇന്ത്യൻ ഇലക്ടോറൽ പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഇലക്ടോറൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഇന്ത്യാസ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കോമൺ മാൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ പോയിൻ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 2004 നമുക്കുണ്ടായിരുന്ന വോട്ടർ ടേൺ ഔട്ട് 58.1% ആയിരുന്നു. അത് 2019 ആയപ്പോൾ നമുക്ക് വന്ന ടേൺ ഔട്ട് 67.7% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫെഡറലിസം ആൻഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെഡറലിസം ഇൻ ഇന്ത്യ ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ ലാസ്റ്റ് 70 years, notably through the establishment of state-level political structures and the creation of local governance institutions like panchayats and municipalities. Okay, the 73rd and 74th constitutional amendments have been instrumental in empowering local self-governance and decentralizing power, enabling grassroots level decision making. Okay, അപ്പോൾ upholding rights and freedomത്തിൻ്റെ കേസിലാണെങ്കിൽ the constitution guarantees fundamental rights which are crucial for protecting the individual freedoms of citizens. പിന്നെ the framers of constitution were committed to upholding civil liberties as seen in the measures like the inclusion of freedom of speech, religion, equality. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന
ആൾക്കാരെ കൊടുക്കാനായിട്ട്, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, എല്ലാവർക്കും വോട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ സിറ്റിസൺസിന് കൊടുക്കണം എന്നുള്ളൊരു കാര്യം അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ റോൾ ഓഫ് മീഡിയ ആൻഡ് സിവിൽ സൊസൈറ്റി. The media has played a pivotal role in deepening democratic practices in India by acting as a watchdog and informing citizens about governance. Civil society has also been significant in advocating for constitutional values, including human rights, social justice, and transparency in governance. Okay, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിലെ എന്തൊക്കെ ഇതാണ് മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് പവർ ആണ്. ഇന്ത്യ വാസ് കൺസിസ്റ്റൻ്റ്ലി വിറ്റ്നസ് പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഷോക്കേസിങ് റോബസ്റ്റ്നെസ് ഓഫ് ഇറ്റ്സ് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്. പിന്നെ എംപവറിംഗ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അതായത് അമെൻമെൻറ്റ്സ് ലൈക്ക് ദ 73rd and 74th എംപവേർഡ് മാർജിനലൈസ്ഡ് സെക്ഷൻസ്, അതായത് ഗവർണൻസിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് റോള് കൊടുക്കാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അഡാപ്റ്റബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ അമെൻഡഡ് ഓവർ 100 times to reflect changing social, political and economic needs. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡൈനാമിക് നേച്ചർ നമുക്ക് ഈ അമെൻമെൻറ്റ്സിലൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ് ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്ന് എൻഷുറിങ് ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അപ്പം വൈൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്, അതായത് നമുക്ക് എംപവർമെൻറ്റും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വെൽത്ത് ഡിസ്പാരിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഇൻഇക്വാളിറ്റി റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഏകദേശം ടോപ്പ് 1% ആണ് ഓവർ 50% ഓഫ് ഇന്ത്യാസ് വെൽത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഡേറ്റ നമുക്ക് കൊണ്ടുവരാം. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ആക്സസ് ടു റിസോഴ്സസ് പെർസിസ്റ്റ്, എൻഷുറിങ് ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം എക്കണോമിക് ഗ്രോത്ത് റിമെയിൻസ് എ ചാലഞ്ച്. പിന്നെ മെയിൻറ്റെയിനിങ് എ ഫെഡറൽ ബാലൻസ്. ഓക്കെ, അതായത് സെൻട്രലൈസേഷൻ ഓഫ് പവർ ഒക്കേഷണലി ത്രെറ്റൻസ് ദ ഓട്ടോണോമി ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രൽ അതോറിറ്റി ആൻഡ് ഓട്ടോണോമി ഈസ് എസെൻഷ്യൽ ഫോർ ഫെഡറലിസം ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം? അപ്പം ഗവർണർ സ്റ്റേറ്റ് ഗവൺമെൻറ് കോൺഫ്ലിക്ട്സ് ഇൻ നോൺ റൂളിംഗ് പാർട്ടി സ്റ്റേറ്റ്സിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്യാം. Okay, protecting freedom of expression. There are concerns about the shrinking space for dissent and freedom of speech. Safeguarding these freedoms is crucial for maintaining a healthy democracy. പിന്നെ judicial reforms ആണ്. The judiciary faces challenges in terms of pendency of cases and accessibility. Judicial reforms are needed to ensure timely and affordable justice for all. Okay, ഇപ്പോൾ കൺക്ലൂഷനിൽ നമ്മൾ കൊടുക്കുന്നത്, as India celebrates 75 years of its constitution, it is time to reflect on the country's progress and the enduring strength of its constitutional values. While there are challenges to overcome, the resilience and the adaptability of the constitution continues to guide India towards a more just and equitable society. Okay, commemorating this milestone should serve as a reminder to uphold the principles of democracy, federalism and the rule of law, which form the bedrock of India's കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തു? അപ്പോൾ ഇതിൽ നമ്മൾ ഇക്വിറ്റബിൾ സൊസൈറ്റി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഡെമോക്രസി, ഫെഡറലിസം, റൂൾ ഓഫ് ലോ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബെഡ് റോക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണൻസിൻ്റെ ബെഡ് റോക്ക് എന്നും നമ്മൾ കൺക്ലൂഷനിൽ ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദ കേസ് ഫോർ എ നേച്ചർ റിസ്റ്റോറേഷൻ ലോ ഇൻ ഇന്ത്യ. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ യൂറോപ്യൻ യൂണിയൻസ് നേച്ചർ റിസ്റ്റോറേഷൻ ലോ ആണ്. അപ്പം ഇത് NRL വാസ് അഡോപ്റ്റഡ് ബൈ ദ യൂറോപ്യൻ യൂണിയൻ ഇൻ July 2024, എയിമിംഗ് ടു റീസ്റ്റോർ അബൌട്ട് 20% ഓഫ് ദ യൂറോപ്യൻ യൂണിയൻസ് ലാൻഡ് ആൻഡ് സീ ഏരിയാസ് ബൈ 2030. ആൻഡ് ദ ഫുള്ളി റിവേഴ്സ് ബയോഡൈവേഴ്സിറ്റി ലോസ് ബൈ, അതായത് ബയോഡൈവേഴ്സിറ്റി ലോസ് ആയത് 2050 ഫുള്ളി റിവേഴ്സ് ആകാനും ഈ ലോയിൽ പറയുന്നുണ്ട്. സപ്പോർട്ടഡ് ബൈ ഓവർ 60% ഓഫ് ദ മെമ്പർ സ്റ്റേറ്റ്സ്, ഇറ്റ്സ് മാൻഡേറ്റ് സ്പെസിഫിക് മെഷേഴ്സ് ടു റീഹാബിലിറ്റേറ്റ് ഡീഗ്രേഡഡ് എക്കോസിസ്റ്റം ഫോക്കസിംഗ് ഓൺ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് വൈൽഡ് ലൈഫ് കോറിഡോർസ്. അപ്പം ദിസ് ലോ ഇസ് പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻസ് ഗ്രീൻ ഡീൽ ആൻഡ് ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി, സെറ്റിംഗ് എ മൈൽസ്റ്റോൺ ഫോർ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഗവർണൻസ്. അപ്പം ഇതിൽ
ഇപ്പോൾ ഇങ്ങനൊരു ലോ കൊണ്ടുവരുമ്പോൾ, നേച്ചർ റീസ്റ്റോറേഷൻ ലോ കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു ലോ കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈ ഇന്ത്യ നീഡ്സ് എ നേച്ചർ റീസ്റ്റോറേഷൻ ലോ? ഒന്ന്, ലാൻഡ് ഡീഗ്രഡേഷൻ ക്രൈസിസ് ആണ്. ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് an alarming increase in land degradation from 94.53 million hectares in 2003 to 2005 to 96.43 million hectares in 2018 to 19. അപ്പോൾ ഇതൊരു ഡേറ്റയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ലാൻഡ് ഡിഗ്രഡേഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡേറ്റ ആഡ് ചെയ്യാം. ദിസ് ഇൻക്ലൂഡ്സ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് സോയിൽ ഇറോഷൻ, പെർട്ടിക്കുലർലി ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര ആൻഡ് രാജസ്ഥാൻ. അപ്പോൾ അഡ്രസ്സിംഗ് ദിസ് ഇഷ്യൂ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് റിസൈലൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡേറ്റ നമുക്ക് കിട്ടി. ഇത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്? സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യും, വാട്ടർ സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യും, ക്ലൈമറ്റ് റിസൈലൻസിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യാസ് റിച്ച് ഡൈവേഴ്സിറ്റി ഈസ് അണ്ടർ ത്രെറ്റ്. അറൗണ്ട് 7.23% of its lands classified as desertified. Okay, restoring degraded land and natural habitats is crucial for preserving India's unique flora and fauna and fulfilling commitments to international environmental agreements. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേച്ചർ റീസ്റ്റോറേഷൻ ഓഫേഴ്സ് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, റീസ്റ്റോറിംഗ് ഡീഗ്രേഡഡ് ലാൻഡ് കുഡ് ബൂസ്റ്റ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, പ്രിവെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് and create employment through green jobs. Then, according to the World Economic Forum, such restoration could generate up to $10 trillion ഒരു ഗ്ലോബൽ എക്കണോമിക് ഗെയിൻ ഇതുവഴി കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കീ ഏരിയാസ് ഓഫ് റീസ്റ്റോറേഷൻ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? ഒന്ന്, ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ഷുഡ് പ്രയോറിറ്റൈസ് ഇൻക്രീസിംഗ് ഗ്രീൻ കവർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി conservation. Restoring wetlands, especially in states like Uttar Pradesh and West Bengal, could help address flooding and support diverse species. Pinne, rivers and water bodies. India could focus on reviving free-flowing rivers such as Ganga and Yamuna by removing barriers and mitigating pollution. Restoring wetlands along river basins can enhance groundwater recharge and reduce water scarcity. Pinne, urban green spaces ആണ്. Urban ecosystems, including parks and green belts, need regeneration to mitigate urban heat islands and improve air quality. നമ്മൾ urban heat island ഒക്കെ കഴിഞ്ഞ DNA-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനിഷ്യേറ്റീവ് ഷുഡ് ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് ദ ഗ്രീൻ കവർ ഇൻ സിറ്റീസ് ലൈക്ക് ഡൽഹി, ബാംഗ്ലൂരു ടു കോമ്പാറ്റ് പൊല്യൂഷൻസ്. പിന്നെ അഗ്രികൾച്ചർ ലാൻഡ്സിൻ്റെ കേസിലാണെങ്കിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൊണ്ടുവരണം. അഗ്രോ ഫോറസ്ട്രി, ഓർഗാനിക് ഫാമിംഗ് ആൻഡ് പെർമാകൾച്ചർ can reverse soil degradation. പിന്നെ റീസ്റ്റോറേഷൻ ഓഫ് ഫാം ലാൻഡ് കുഡ് എൻഹാൻസ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് റൂറൽ ലൈവ്ലിഹുഡ്സ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ഏരിയാസിലാണ് റീസ്റ്റോറേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആണ്, പിന്നെ റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ് ഉണ്ട്, പിന്നെ ഏർബൻ ഗ്രീൻ സ്പേസസ് കൊണ്ടുവരിക. ഏർബൻ ഹീറ്റ് ഐലൻഡ് എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയാസിൽ AC വെൻറ്റിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, അല്ലെങ്കിൽ വരുന്ന ഹോട്ട് എയർ, അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഹോട്ട് എയർ, അപ്പോൾ ആ ഒരു ഏരിയയിൽ, ഏർബൻ ഏരിയയിൽ ഹീറ്റ് ഡെൻസിറ്റി കൂടും. ഓക്കെ, അങ്ങനെയാണ് ഏർബൻ ഐലൻഡ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ ലാൻഡ്സിലുണ്ടാകുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസ്. ഓക്കെ, പിന്നെ ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റിങ് എ റീസ്റ്റോറേഷൻ ലോ. ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ്. ഇന്ത്യ കറൻ്റ്ലി ലാക്സ് എ സെൻട്രലൈസ്ഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ലാർജ് സ്കെയിൽ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, മേക്കിംഗ് കോർഡിനേഷൻ അക്രോസ് സ്റ്റേറ്റ്സ് ചാലഞ്ചിങ്, ഫണ്ടിങ് ആൻഡ് റിസോഴ്സ് അലൊക്കേഷൻ. അതായത് ഫൈനാൻസിങ് റീസ്റ്റോറേഷൻ പ്രോജക്ട്സ് റിക്വയർ സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി എ ബാരിയർ ടു ഇംപ്ലിമെൻറ്റിംഗ് ലാർജ് സ്കെയിൽ ഇനിഷ്യേറ്റീവ്സ്. പിന്നെ പോളിസി ഇൻറ്റഗ്രേഷൻ ആണ്. ദർ ഈസ് എ നീഡ് ടു ഇൻറ്റഗ്രേറ്റ് റീസ്റ്റോറേഷൻ ഗോൾസ് വിത്ത് എക്സിസ്റ്റിംഗ് പോളിസീസ് ഓൺ ഫോറസ്ട്രി, അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ നോക്കുമ്പോൾ, എ നേച്ചർ റിസ്റ്റോറേഷൻ ലോ ഇൻ ഇന്ത്യ കുഡ് സെറ്റ് എ ബെഞ്ച് മാർക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻറ്റഗ്രേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് എക്കോളജിക്കൽ ബാലൻസ്. ലേണിംഗ് ഫ്രം യൂറോപ്യൻ യൂണിയൻസ് എക്സ്പീരിയൻസ്, ഇന്ത്യ ക്യാൻ ഫോർമുലേറ്റ്, അതായത് ആ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ലോ പ്രകാരം നമുക്ക് നമ്മുടെ രീതിയിൽ
നമുക്ക് ഇന്ത്യയിലൊരു ലെജിസ്ലേഷൻ ഫോർമുലേറ്റ് ചെയ്യാം ആൻഡ് അഡ്രസ്സസ് ഇറ്റ്സ് യുണീക്ക് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് while contributing to global sustainability goals. The time is ripe for India to enact a comprehensive law to restore its ecosystems, preserve biodiversity and secure a greener future. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ DNA അനാലിസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്സ്. എൻവയോൺമെൻറ്റ് പരമായിട്ട് നമുക്ക് നല്ല ടോപ്പിക്സ് ആണ് കിട്ടിയത്. കുറേ ഡേറ്റാ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് കുറേ ഡേറ്റാ പോയിൻറ്റ്സ്, ഇലക്ടോറൽ ടേൺ ഔട്ട്, വോട്ടർ ടേൺ ഔട്ട് കാര്യങ്ങളും അങ്ങനെയുള്ള ഡേറ്റാ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആകാനായിട്ട് സാധ്യതയുള്ള ഡേറ്റാ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.